ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ഇതിന് മുന്നേ മാർക്കോ പോളോയുടെ ട്രാവലർ റിവ്യൂ ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവരുടെ വലിയ വണ്ടി വന്നാൽ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇത് 35 സീറ്റിലുള്ള വലിയ വണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ വിശേഷമാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഡ്രീം കേച്ച് എഡിഷൻ വേണ്ടി പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതാ നമ്മൾ ഇതിന്റെ മുൻഭാഗത്തേക്ക് തുടങ്ങുവാണെങ്കിൽ ഇതിന്റെ നെയിം ബോർഡാണ് നമുക്ക് ഫസ്റ്റ് കാണാൻ പറ്റുന്നത്. നല്ല ഡ്യുവൽ കളർ ആയിട്ടുള്ള ഒരു നെയിം ബോർഡ് കൊടുത്തിട്ടുണ്ട്. അടിപൊളിയായിട്ടുള്ള ഒരു ഡിസൈനിങ് ആണ് വന്നിരിക്കുന്നത്. ഇവരുടെ മുന്നേ വണ്ടിയിൽ കണ്ട അതേ ഫോണ്ടിലൊക്കെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. കാണാൻ തന്നെ നല്ലൊരു അട്രാക്ഷൻ ആവുന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ മുന്നിലത് വിൻഷീൽഡ് നോക്കുവാണെങ്കിൽ ഒരു കൂളിംഗ് അടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു എഡിഷൻ നെയിം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ബോഡി വർക്ക് നോക്കുവാണെങ്കിൽ സൺ ബോഡി വർക്കാണ് വന്നിട്ടുള്ളത് തമിഴ്നാട്ടിലുള്ള. ഇതിന്റെ ചേസ് വരുന്നത് ഏഷ്യറിന്റെ ആണ് ചേസ് വരുന്നത്. 35 സീറ്റാണ് വന്നിട്ടുള്ളത്. പിന്നെ ഓവറോൾ നോക്കുവാണെങ്കിൽ ഇത് ഇവിടെ DRL കൊടുത്ത് കാണാൻ പറ്റും. ഒരു ബ്ലൂ DRL കൊടുത്തിട്ടുണ്ട്. ഇത് വൈറ്റ് ഹെഡ് ലാംപ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ 3 ഹെഡ് ലാംപ്സ് വരുന്ന രീതിയിലുള്ള സെറ്റിംഗ്സ് ഒക്കെയാണ് വന്നിട്ടുള്ളത്. താഴേക്ക് നോക്കുവാണെങ്കിൽ ഫോഗ് ലാമ്പ് കാണാൻ പറ്റും. ഒരു ബമ്പർ ലിപ്പും ആഡ് ചെയ്ത് കാണാൻ പറ്റും. ഓവറോൾ നോക്കുവാണെങ്കിൽ അടിപൊളിയായിട്ടുള്ള ഡിസൈനാണ്. മിററൊക്കെ നോക്കുവാണെങ്കിലും ഒരു ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ആക്കിയത് കാണാൻ പറ്റും. ഇതാണ് ഓവറോൾ മുൻഭാഗത്തെ ഡിസൈനുള്ളത്. അപ്പോൾ നേരെ വശങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ കളർ കോഡ് ആയതുകൊണ്ട് കാര്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും പറയാനില്ല. എയർ ഓപ്പറേറ്റഡ് ആയിട്ട് ഡോർ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മാർക്കിംഗ് ലാംപ്സും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഡിക്കും കാര്യങ്ങളൊക്കെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. സൈഡ് നോക്കുവാണെങ്കിൽ കൂളിംഗ് ഒക്കെ അടിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. AC-ന്റെ കുറച്ചും കൂടി കൂളിംഗ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കൂളിംഗ് ഫിലിംസ് ഒട്ടിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് ഇതിന്റെ ഓവറോൾ സൈഡിലുള്ള കാര്യങ്ങൾ. ഇനി പിൻഭാഗത്തേക്ക് നോക്കുവാണെങ്കിൽ സ്ക്വയർ ഷേപ്പിലാണ് ഇതിന്റെ ടൈൽ ലാംപ്സ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ സെൻസേഴ്സ് കാണാൻ പറ്റും. ഒരു ബൂട്ട് സ്പേസും കൊടുത്തിട്ടുണ്ട്. പിന്നെ ലാഡറിന്റെ ബാലൻസ് ഇതിന്റെ ഉള്ളിലേക്ക് കൊടുത്തിട്ടുണ്ട്. പിൻഭാഗത്തും ഗ്ലാസ് കൂളിംഗ് ഒട്ടിച്ചിട്ടുണ്ട്. മാർക്കോ പോളോയുടെ നെയിമിംഗ് കാണാൻ പറ്റും. പിന്നെ ക്യാമറയും അതുപോലെ തന്നെ ഒരു സ്പോയിലറിന്റെ പോർഷൻ കാണാൻ പറ്റും. അതിൽ തന്നെ ഒരു ബ്രേക്ക് ലാമ്പും ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. മാർക്കിംഗ് ലാംപ്സ് ഒക്കെ ഇൻക്ലൂഡ് ആക്കിയത് കാണാൻ പറ്റും. ഇതാണ് ഓവറോൾ കാര്യങ്ങൾ. ഇനി നമുക്ക് ഇതിന്റെ ഉള്ളിലാണ് കാര്യമായിട്ട് പറയാനുള്ളത്. നമുക്ക് നേരെ ഉള്ളിലേക്ക്. അപ്പോൾ ഇതാണ് നമ്മൾ വണ്ടിന്റെ ക്യാബിന്റെ ഉള്ളിലാണുള്ളത്. ഏഷ്യറിന്റെ സ്റ്റിയറിംഗ് വീൽ കാണാൻ പറ്റും. ഏഷ്യറിന്റെ രീതിയിലുള്ള മീറ്റർ പ്ലസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിൽ സ്പീഡോമീറ്റർ കൂടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ടോക്കോമീറ്റർ കൊടുത്തിട്ടുണ്ട്. ഫ്യൂവൽ ഗേജും ഹീറ്റിന്റെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവർ ഫുള്ള് ഒരു ലെതറിന്റെ ഒരു പാറ്റേൺ ഒക്കെ വെച്ച് മൊത്തം കവർ ചെയ്തിട്ടുണ്ട്. 6 സ്പീഡ് ആയിട്ടുള്ള ഗിയറിന്റെ നോബ് ഇവിടെ കാണാൻ പറ്റും. പിന്നെ ഓറോൺ നോക്കുവാണെങ്കിൽ അടിപൊളിയാണ്. പിന്നെ ചെയ്തിട്ടുള്ളത് ഒരു എയറോൺ വെച്ചിട്ടുണ്ട്. ഇനി നേരെ മുകൾ ഭാഗത്ത് പോകുകയാണെങ്കിൽ ഇവിടെയാണ് സ്വിച്ചസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. മുകളിലൊരു ഫാനും സ്പീക്കേഴ്സ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് ഈ ഒരു നെയിം ബോർഡിൽ ഒരു അനിമിയുടെ ഇതൊക്കെ സ്റ്റിക്കേഴ്സ് ഒക്കെ സെറ്റ് ചെയ്ത് അടിപൊളിയായിട്ടുണ്ട്. പുറമെ മാത്രമേ ഉള്ളിലും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് പിൻഭാഗത്തേക്ക് ലൈറ്റ് പിക്സലിന്റെ ലൈറ്റ്സ് സെറ്റ് ചെയ്യുന്നത്. അത് ജസ്റ്റ് ഒന്ന് ഓണായി കാണിച്ചു തരാം. ഈ രീതിയിലാണ് പിക്സലിന്റെ സെറ്റ് ചെയ്തിട്ടുള്ളത്. പാറ്റേൺ സെറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. ഇത് ഇവിടെയും ഒരു സ്റ്റിക്കർ കൊടുത്തിട്ടുണ്ട്. മൊത്തത്തിൽ ഒരു ബ്ലാക്കിന്റെ ഒരു തീമിലാണ് ഓവറോൾ മൊത്തത്തിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ കമ്പനി AC ആണ് വരുന്നത്. അതിന്റെ ഇതും ഇതിൽ കാണാൻ പറ്റും. പിന്നെ ഇത് മിക്സറും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആംപ്ലിഫയർ ഒക്കെ ഹിഡൻ ആകുന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. ഇത് ഇവിടെയാണ് AC-ന്റെ ഇത് കൊടുത്തിട്ടുള്ളത്, സ്വിച്ചസ് കൊടുത്തിട്ടുള്ളത്. ഇത് കമ്പനി തന്നെ വരുന്ന AC-ന്റെ കാര്യങ്ങളാണുള്ളത്. ഓവറോൾ നോക്കുവാണെങ്കിൽ ഒരു ബ്ലാക്കിന്റെ തീമിലാണ്. മുകളിലേക്ക് ഒരു റെഡിന്റെ തീമും അതുപോലെ തന്നെ ബ്ലാക്ക് റെഡും, ഇതിലേക്ക് താഴത്തേക്ക് നോക്കുവാണെങ്കിൽ ഒരു ബ്ലൂവിന്റെ ഫിനിഷിങ്ങിലും വന്നിട്ടുണ്ട്. ഓവറോൾ ഇതാണ് ഇതിന്റെ ക്യാബിന്റെ ഇതുള്ളത്. ഇനി നമുക്ക് നേരെ ഉള്ളിലേക്കുള്ള കാര്യങ്ങൾ കാണാം. അപ്പോൾ ഇതാണ് നമ്മൾ വണ്ടീന്റെ ഉള്ളിലാണുള്ളത്. ഓവറോൾ നോക്കുവാണെങ്കിൽ 35 സീറ്റ് നല്ല ലെഗ് സ്പേസിൽ 35 സീറ്റ് സെറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു വണ്ടി വന്നിട്ടുള്ളത്. തമിഴ്നാട് സൺ ബോഡിയിട്ടാണ് വണ്ടി വർക്ക് വന്നിട്ടുള്ളത്. അത് നോക്കുവാണെങ്കിൽ സീറ്റ് നോക്കുവാണെങ്കിൽ റെഡിന്റെയും ഒരു പാറ്റേണിന്റെ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിപ്പോ ഓൺ ആക്കിയിട്ടിരുന്നത് വെളിച്ചത്തിനുള്ള ലൈറ്റ് മാത്രമാണ് ഓൺ ആക്കിയിട്ടുള്ളത്. ഇതിന് മുകളിൽ ലെനോറിന്റെ വർക്കാണ് വന്നിട്ട്. സൗണ്ടും അതുപോലെ തന്നെ ലൈറ്റ് വർക്കും ഒക്കെ വന്നിട്ട് ലെനോറിന്റെ ആണ് തൃശ്ശൂരുള്ള. അപ്പോൾ ഇതാ നെയിം ഓൺ ആക്കിയിട്ടുണ്ട്. റെഡിലാണ് കൊടുത്തിരിക്കുന്നത്. മാർക്കോ പോളോയുടെ അവരുടേതായ രീതിയിലുള്ള നെയിമിംഗ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഡോട്ട് ലേസർ ഉണ്ട്. ഇത് ഇവിടെ മാത്രമല്ല മൊത്തത്തിൽ വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ റൂഫ് നോക്കുവാണെങ്കിൽ ഫിക്സൽ കൊടുത്തിട്ടുണ്ട്. അതിലും പാറ്റേണും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കാണാൻ പറ്റും. ഇത് മാർക്കോ പോളോയുടെ എവിടെയൊക്കെ എമ്മിന്റെ ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ലെനോർ കൺസെപ്റ്റിന്റെ നെയിമിംഗ് ഇതാ സൈഡിൽ കൊടുത്ത് കാണാൻ പറ്റും. ഈ ഒരു വശത്തേക്ക് നോക്കുവാണെങ്കിൽ കാണുന്നുണ്ടോ? ഈ ഒരു വശത്തേക്ക് നോക്കുവാണെങ്കിൽ ലെനോർ കൺസെപ്റ്റിന്റെ നെയിം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഇവിടെയും ഓരോ നെയിമിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഫ്ലാഷും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാ ലേസർ ഷോ ഓൺ ആയിട്ടുണ്ട്. ലേസർ ഷോ ശരിക്കും അറിയണമെങ്കിൽ നമ്മൾ സ്മോക്കും കൂടി ഇട്ട് കഴിഞ്ഞാൽ മാത്രമേ ലേസർ ഷോന്റെ അറിയൂ. ഇവിടെയാണ് സ്മോക്ക് വരുന്നത്. ഈ രീതിയിലാണ് ഇതിന്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ. ഇനി പറയുന്നതിനേക്കാളും നല്ലത് നമുക്ക് ഓരോന്നേരം കണ്ടുപോകാം. എല്ലാം ഓണാക്കിയതിനു ശേഷം ഓരോന്നേരം കാണാം. ഇനി നേരെ മുന്നിലേക്ക് പോകുവാണെങ്കിൽ ഒരു 52 ഇഞ്ചിന്റെ വലിയ TV കാണാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ലൈറ്റും കാര്യങ്ങളൊക്കെ നല്ല സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഞാൻ ലെഗ് സ്പേസ് കാണിച്ചു തന്നില്ല. ഒന്ന് ഇരുന്ന് കാണിച്ചു തരാം. ലെഗ് സ്പേസ് ഇവിടെ ഇരിക്കാം.
അപ്പോൾ ലെഗ് സ്പേസ് നോക്കുവാണെങ്കിൽ ഇത്രയും ലെഗ് സ്പേസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഫുഡ് റെസ്റ്റും കൊടുത്തിട്ടുണ്ട്. ഇത് ഇവിടെയാണ് ഒരു USB-ന്റെ ചാർജിങ്ങിന്റെ ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത്. 2 USB ചാർജർ വന്നിട്ടുണ്ട്. ഇതിന് മുകളിലേക്ക് നോക്കുവാണെങ്കിൽ ലൈറ്റ്സ്, AC-ന്റെ വിൻഡും കാര്യങ്ങളൊക്കെ അത് അവിടെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതൊക്കെ റെഡിമെയ്ഡ് ആയിട്ട് വരുന്ന രീതിയിലാണ് സെറ്റ് ചെയ്യുന്നത്. ലൈറ്റും ഉണ്ട് കേട്ടോ. ഈ രീതിയിലാണ് ഇത് വന്നിട്ടുള്ളത്. സ്മോക്ക് ഓൺ ആക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ഇതാ സ്മോക്കും ലൈറ്റും എല്ലാം ഇട്ടിട്ടുണ്ട്. നമ്മൾ സലീകുമാർ പറഞ്ഞ പോലെ മൊത്തത്തിൽ സ്മോക്ക് ആയിട്ടുള്ളത്, ഒന്നും കാണാൻ പറ്റാത്ത രീതിയിലുള്ള സ്മോക്ക്. അപ്പോൾ നമ്മൾ ലൈറ്റിന്റെ എല്ലാ കാര്യങ്ങളും കണ്ടു. ഇനി ലെനോറിന്റെ സൗണ്ട് സിസ്റ്റം എങ്ങനെയുണ്ടെന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. Kids screaming in the cradles, profanities. I see the ice cubes hiding in. Cause I'm the ones who heard my cries and watch me weep. I love everything. Fire spreading all around my room. My world's so bright, it's hard to breathe, but that's alright. Hush. Take my eyes open, never reality. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു മാർക്കോ പോളോ 35 സെന്റിന്റെ വിശേഷങ്ങളുള്ളത്. അപ്പോൾ ഈ ബസ്സും അതുപോലെ തന്നെ ഇവരുടെ വാഹനങ്ങളെല്ലാം ബുക്ക് ചെയ്യാനുള്ള നമ്പർ ഞാൻ ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങളുടെ ആവശ്യത്തിന് അതിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു ചെറിയൊരു വീഡിയോ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെടാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് മാത്രം പോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അടിച്ചു പിടിച്ചേക്കാം. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയൊരു കണ്ടന്റുമായി കാണാം. അതുവരെ ബൈ.